4-ല് third unit start ചെയ്യാൻ പോകുന്നുണ്ട്. Okay, good evening. Good evening. And I request all of you to mute your call. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുക, please. So നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Psychosocial changes in adulthood. നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രായമാണ് ഈ അഡൾട്ട്ഹുഡ് എന്ന് പറയുന്നത്. അതില് ഏർലി അഡൾട്ട്ഹുഡ് ഇസ് ദ ബെസ്റ്റ് ടൈം. എല്ലാവർക്കും നല്ല ബെസ്റ്റ് ടൈം ഉണ്ടാവുന്നതാണ് ഏർലി അഡൾട്ട്ഹുഡ്. സോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്റ്റേജ് വേഴ്സസ് കോണ്ടെക്സ്റ്റുവൽ ഡെവലപ്മെന്റ്, പിന്നെ psychosocial changes in early adulthood. മൂന്നാമത് പഠിക്കുന്നത് delineate psychosocial changes during middle adulthood. നാലാമത്തത് analyze the psychosocial changes during old age. ഇതില് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് സ്റ്റേജ് വേഴ്സസ് കോണ്ടെക്സ്റ്റുവൽ ഡെവലപ്മെന്റ് ആൻഡ് psychosocial changes in early adulthood ആണ്. സോ എന്താണ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് അഡൾട്ട്ഹുഡ്? അഡൾട്ട്ഹുഡില് സാധാരണ ഒരാൾക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്? ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പെട്ടെന്ന് വളരുന്ന ഒരു ക്രൈറ്റീരിയ നമ്മൾക്ക് അഡോളസൻസിലും ഏർലി ചൈൽഡ്ഹുഡിലും ഒക്കെ ഉണ്ടാവുന്നതാണ്. പെട്ടെന്ന് വളരുക, പെട്ടെന്ന് ഹൈറ്റ് വെക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ. അതൊന്ന് സ്റ്റേബിലൈസ് ആവും. അതായത് നമുക്ക് ഫിസിക്കൽ ഗ്രോത്ത് ഒന്ന് സ്റ്റേബിലൈസ് ആവും. നമ്മൾ എന്താ ചെയ്യാം? വി ലുക്ക് ഫോർവേഡ് ഫോർ കോൺക്രീറ്റ് സൊസൈറ്റൽ റോൾസ്. The capabilities and behavior of the individual continue to change because of their understanding and the way they interact with the environment. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ കാരണം നമ്മളെ ബിഹേവിയർ മാറും, നമ്മളെ കേപ്പബിലിറ്റീസ് മാറും, നമ്മളെ എബിലിറ്റീസ് മാറും. സാഹചര്യം ഡിപ്പെൻഡിങ് ഓൺ ദ എൻവയൺമെന്റ്, ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ, ഡിപ്പെൻഡിങ് ഓൺ ദി സർക്കംസ്റ്റൻസസ്. അപ്പൊ നമ്മളെ ഇന്ത്യൻ ട്രഡീഷനില് ഒരാളുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാല് 4 സ്റ്റേജസിലാണല്ലോ. ഒന്ന് ബ്രഹ്മചാര്യ പറഞ്ഞാല് പഠിക്കുന്ന സ്റ്റേജ്. പിന്നെ ഗൃഹസ്ഥ എന്ന് പറഞ്ഞാല് നമ്മള് സെറ്റിലിംഗ് ഡൗൺ സ്റ്റേജ്. പിന്നെ വാനപ്രസ്ഥ മീൻസ് സെർച്ച് ഫോർ അവർ സെൽസ്. പിന്നെ അവസാനമാണ് സന്യാസത്തിന് പോകും. സോ ഇതാണ് ലൈക്ക് നമ്മളെ ഹിന്ദു തിയോളജിയിൽ പറയുന്ന 4 സ്റ്റേജസ് ഓഫ് ലൈഫ്. അതേപോലെ ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ സ്റ്റേജസ് നമുക്ക് പഠിക്കാം. അഡൾട്ട്ഹുഡിന് 3 സബ് സ്റ്റേജസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. യങ് അഡൾട്ട്ഹുഡ്, മിഡിൽ അഡൾട്ട്ഹുഡ് ആൻഡ് ലേറ്റ് അഡൾട്ട്ഹുഡ്. അഡൾട്ട് ഇയേഴ്സിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഫാമിലി റെസ്പോൺസിബിലിറ്റീസിനെ ആക്സെപ്റ്റ് ചെയ്യുക, കല്യാണം കഴിക്കുക, നമ്മൾ സോഷ്യൽ ലൈഫിൽ എൻറ്റർ ചെയ്യാണ്. നമ്മൾ ഒരു കരിയറിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയമാണ് അഡൾട്ട് ഇയറിൽ. അപ്പൊ ഡ്യൂറിങ് ഡെവലപ്മെന്റ് എന്താ സംഭവിക്കാം? പെർഹാപ്സ് ഇൻ ദ മിഡിൽ അഡൾട്ട്ഹുഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് നോൺ ഫോർ മിഡ് ലൈഫ് ക്രൈസിസ്. അപ്പൊ നമുക്ക് മിഡിൽ അഡൾട്ട്ഹുഡില് ചില ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. which may result in the person divorcing his or her spouse, changing jobs or moving from a city to the suburbs. ഈ മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പീപ്പിൾ ഇൻ ദെയർ 40s ആൾക്കാർക്ക് ഒരു ചെറിയൊരു മിഡ് ലൈഫിൽ ഉണ്ടാകുന്ന ഒരു ട്രാൻസിഷൻ, അതിനെയാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു റിയാലിറ്റി സ്ട്രൈക്ക് എന്ന് പറയില്ല. അവര് ബാക്കോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അതേ ഹാപ്പി, അവരെ ജോബിൽ ഹാപ്പി ആണോ, സാറ്റിസ്ഫൈഡ് ആണോ, അവരവരെ പാർട്ട്ണറിൽ ഹാപ്പി ആണോ, അല്ലെങ്കിൽ അവരിങ്ങനെ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുകയാണോ? അവർക്ക് ഈ സിറ്റിയില് അവർ വിചാരിക്കും ഈ സിറ്റിയിലെ പൊല്യൂഷൻസ് ഇസ് പൊല്യൂട്ടിങ് മൈ മൈൻഡ് ആസ് വെൽ ആസ് മൈ ബോഡി, എനിക്ക് എൻ്റെ വില്ലേജിലേക്ക് പോകണം. അങ്ങനെ ഒരു ചെറിയൊരു ട്രാൻസിഷൻ ഉണ്ടാവുകയാണ്. അതാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ചിലപ്പം അതൊരു നമ്മുടെ സ്പൗസിനെ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു ജോബ് മാറുന്നതായിരിക്കാം. നമുക്കിങ്ങനെ വിചാരിക്കും എപ്പോഴും ഈ
ബോസിന്റെ അടിയിൽ എനിക്ക് എൻ്റെ ബോസിന്റെ പെരുമാറ്റം അത്ര ഇഷ്ടമല്ല, അപ്പൊ ഞാൻ ഈ ബോസിന്റെ അടിയിൽ തന്നെ ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും മൈ ഓൺ ക്രിയേറ്റിവിറ്റി, മൈ ഓൺ ഇന്റലിജൻസ്, മൈ ഓൺ എബിലിറ്റീസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ താല്പര്യമുള്ളത് ഞാൻ ചെയ്യട്ടെ എന്നുള്ള ഓരോ തോട്ട്സ് ആണ് വരാം മിഡ് ലൈഫ് ക്രൈസിസിൽ. ഈ crisis occurs in response to a sense of morality, as middle-aged persons realize that their youth is limited and they have not accomplished all their desired goals in life. അപ്പം ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിയാലിറ്റി സ്ട്രൈക്ക് ഉണ്ടാവാം. അവർക്ക് മനസ്സിലാവും അവരെ യൂത്ത് ഇസ് ലിമിറ്റഡ്, അവരിങ്ങനെ ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താണ് എൻ്റെ ലൈഫിൽ അച്ചീവ് ചെയ്തത്? ഞാനൊന്നും അച്ചീവ് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു തോട്ടിനെയാണ് മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു വിമിഷ്ടം, അതിനാണ് പറയുന്നത് മിഡ് ലൈഫ് ക്രൈസിസ്. അപ്പൊ എല്ലാവർക്കും ഉണ്ടാവില്ല ഈ മിഡ് ലൈഫ് ക്രൈസിസ്. ചിലവർക്ക് ഇത് നന്നായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും. ചിലവർ എന്താ പറയാന്നറിയാവോ, മിഡ് ലൈഫ് ക്രൈസിസിന് പകരം അവര് മിഡ് ലൈഫ് ട്രാൻസിഷനിലേക്ക് പോകും. അവര് എന്താ പറയാ, എല്ലാ കാര്യങ്ങളും സംഭവിച്ചത് വാസ് ഫോർ മൈ ഓൺ പോസിറ്റിവിറ്റി ആൻഡ് വാസ് ഫോർ മൈ ഓൺ ഗ്രോത്ത് എന്നുള്ള ഒരു ചിന്താഗതി അത് വരും. അതിനെയാണ് മിഡ് ലൈഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെവലപ്മെന്റിലെ 2 ടൈപ്പ് ഓഫ് തിയറീസ് അവർ പറയുന്നുണ്ട്. ഒന്ന് നോമേറ്റീവും ഒന്ന് ലൈഫ് ഇവന്റ് സ്റ്റേജസും. നോമേറ്റീവ് എന്ന് പറയുമ്പോൾ അതില് പേഴ്സണാലിറ്റിനെ കാണുന്നത് is like midlife transition സംഭവിക്കുന്നത്. അതൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലല്ല കാണുന്നത്. whereas ലൈഫ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതായത് ഒരു സൊസൈറ്റിന്റെ നീഡ്സ് കാരണം അയാൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അതാണ് ലൈഫ് ഇവന്റ്സ് പറയുന്നത്. whereas നോമേറ്റീവ് ക്രൈസിസ് എന്ന് പറയുമ്പോൾ മിഡ് ലൈഫ് ക്രൈസിസ് മിഡ് ലൈഫ് ട്രാൻസിഷൻ തന്നെ. ഇറ്റ് ഇസ് നോട്ട് എ ക്രൈസിസ്, ഇറ്റ്സ് എ ട്രാൻസിഷൻ. അതായത് ഏജിനനുസരിച്ചിട്ട് നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ ഓരോന്നും മാറിക്കൊണ്ടിരിക്കണം. ലൈഫ് ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് എനിക്ക് എൻ്റെ ഡിസയർഡ് ഗോളിലേക്ക് എത്താൻ പറ്റിയില്ല, ഐ ഹാവ് ചേഞ്ച്ഡ് ആൻഡ് ഐ എം ഹാപ്പി, ഐ എം ഓക്കെ എന്നുള്ള ഒരു തിയറിയാണ് ലൈഫ് ഇവന്റ്സ്. Both models agree that adulthood is not a time of passivity and stagnation, but a continued psychological growth. അതായത് പാസീവായി തിങ്ക് ചെയ്യുന്നതും നിന്ന് പോകുന്നതും ഉള്ള ഒരു സ്റ്റേജ് അല്ല അഡൾട്ട്ഹുഡ്. അഡൾട്ട്ഹുഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾക്ക് സൈക്കോളജിക്കലി ഒരു കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാവും. ലേറ്റർ അഡൾട്ട്ഹുഡിൽ എന്താ പറ്റുന്നത്? ഓൾഡ് പീപ്പിളിന് അവരുടെ സ്പൗസസിന് നഷ്ടമാവുന്നു, അവർ ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അനുഭവപ്പെടുന്നു. ചില ആൾക്കാർ ഹെൽത്തി ആവുന്നു, ലൈഫിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. വെറാസ് ചില ആൾക്കാർക്ക് ഇങ്ങനത്തെ ഓരോ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അവര് പേടിക്കാൻ തുടങ്ങും അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടും സൈക്കോളജിക്കൽ ഹെൽത്തിനെ പറ്റിയിട്ടും ലേറ്റർ ഓൾഡ് ഏജിൽ. ഓക്കെ, ഓൾഡ് ഏജ് ഇസ് എ പീരിയഡ് 65 years plus. ആ പീരിയഡ് ആണ് ഓൾഡ് ഏജ്. ഓക്കെ, most individuals retire from active services. They tend to become narrow-minded. They seem to attach significance to religion. Involvement in grandparent helps elderly people. അതായത് ഭയങ്കര എന്താ പറയാ, പിൽഗ്രിമേജ് ചെയ്യാനും റിലീജിയസ്നെസ്സിനോട് അറ്റാച്ച്ഡ് ആവും ഓൾഡ് ഏജ് ടൈമിൽ. വെറാസ് ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് ഒരു നല്ലൊരു ഉണർവ് കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ബേസിക്കലി അവർ നാരോ മൈൻഡഡ് ആവും, അവർ ക്ലോസ്ഡ് മൈൻഡഡ് ആവും. മോസ്റ്റ് ഓഫ് ദം, എല്ലാവരും അല്ല, ചിലവർ ഭയങ്കര ആക്റ്റീവ് ആൻഡ് ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യും. വെറാസ് മോസ്റ്റ് ഓഫ് ദം എന്താ അവര് ഹെൽത്ത് ഡിക്ലൈൻ ചെയ്യും. അതിന്റെ പേടി കാരണം, സൈക്കോളജിക്കൽ ഹെൽത്ത് ഡിക്ലൈൻ ചെയ്യുന്ന പേടി കാരണം അവര് യൂഷ്വലി എന്താ പറയാ, കുറച്ച് ഡിസ്പെയർ ആൻഡ് ഡിസ്ട്രെസ്സിലായിരിക്കും. ഇനി നമുക്ക് സ്റ്റേജ് തിയറീസ് വേഴ്സസ് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച് എന്ന് പറയാം. Stage theory suggests that all human beings, no matter where or when they live, move through an orderly progression of stages in their development. അത് നോ ബ്രെയിനർ ആണ്, ഇറ്റ്സ് കോമൺ സെൻസ്. എവിടെയാണെങ്കിലും ഏതൊരു മനുഷ്യനാണെങ്കിലും ഓൾഡ് ഏജിന്റെ പ്രോഗ്രഷൻ
അവർക്ക് സംഭവിക്കും. ആ ഡെവലപ്മെന്റ് എന്തെങ്കിലും സംഭവിക്കും. ഇറ്റ് ഇസ് ഫോർ യു ആൻഡ് മീ ആൻഡ് ഫോർ എവ്രി വൺ എൽസ് ഇൻ ദിസ് വേൾഡ്. The individual's growth is in a systematic process. According to Erik Erikson's 8 stages of life, development proceeds through distinct stages, each refined by a specific crisis. അപ്പം ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എറിക്സന്റെ തിയറി പ്രകാരം 8 ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. ആ 8 ഡെവലപ്മെന്റൽ സ്റ്റേജസിലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്രൈസിസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് തിയറീസ്, ഡെവലപ്മെന്റിന്റെ കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് തിയറീസ്. കണ്ടിന്യൂസ് തിയറീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിൽ ഒരു സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ അപ്വേർഡിൽ പോകുന്ന മേലോട്ട് പോകുന്ന ഒരു സ്ട്രേറ്റ് സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്ന പോലെ ആയിരിക്കും. ഇറ്റ് വിൽ ഗോ സ്മൂത്ത്. So, chile developmental psychologists believe that development takes place like a smooth line, a smooth curve, just go straight. Whereas some developmental psychologists, on the other hand, the other developmental psychologists believe that development takes place in stages. അതേപോലത്തെ ഒരു developmental psychologist ആയിരുന്നു എറിക് എറിക്സൺ and his 8 stages of developments. അത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ലൈക്ക് നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് സ്പാനിൽ ഓരോ ബ്ലോക്കിൽ വി ഹവ് സ്റ്റഡീഡ് ലിറ്റിൽ ബൈ ലിറ്റിൽ ആൻഡ് ഹെൻസ് ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് പഠിക്കുന്നത്. ആൻഡ് അതിലുണ്ടാകുന്ന ക്രൈസിസ്. സോ യങ് അഡൾട്ടിൽ ഉണ്ടാകുന്ന ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. മിഡിൽ അഡൾട്ടിൽ ഉണ്ടാകുന്നത് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. And later adulthood ഉണ്ടാകുന്നത് integrity versus despair. അപ്പം യങ് അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്നത് എന്താ? Young adults struggle to form close relationships and to gain the capacity for intimate love, or they feel socially isolated. അപ്പം അഡൾട്ടില് ചെറുപ്പക്കാര് എപ്പോഴും ആ ഒരു ഏജില് they want to find love. അവർക്ക് റിലേഷൻഷിപ്പില് സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അതിനായിരിക്കും അവർ ക്രേവ് ചെയ്യാം. പക്ഷെ അവർക്കത് കിട്ടാതെ വരുമ്പോൾ അവർ സോഷ്യലി ഐസൊലേറ്റഡ് ആയി പോവുകയും ചെയ്യും. ഇനി വേറെ കമ്മിങ് ബാക്ക് ടു മിഡിൽ ഏജിൽ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യണം. ദേ നീഡ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഫോർ ദ സൊസൈറ്റി. ദേ ഓൾവേസ് തിങ്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി. അതില്ലെങ്കിൽ അവർ സ്റ്റാഗ്നന്റ് ആയി പോകും. സ്റ്റാഗ്നന്റ് മീൻസ് ലൈക്ക് സ്റ്റിൽ വാട്ടർ. എന്താ പറയാ, ഒന്നും അവർക്കൊരു they feel lack of purpose. എന്റെ പേർപ്പസ് എന്താണ്, എന്റെ why I am here, ആ ഒരു ഫീലിംഗ് അവരെ ബോദർ ചെയ്തുകൊണ്ടിരിക്കും. ലേറ്റർ അഡൾട്ട്ഹുഡില് ലൈക്ക് യെസ് എനിക്ക് ഞാൻ ഫിനിഷ് ചെയ്തു, മൈ ലൈഫ് ഇസ് ഫുൾഫിൽഡ്, when I look back എനിക്കെല്ലാം ഞാൻ ഇത്രയും അച്ചീവ് ചെയ്തു, ഞാൻ ഗുഡ് ഓഫ് സ്പ്രിങ്സിന് ഉണ്ടാക്കി, ഞാൻ ജനറേറ്റ് ചെയ്തു സൊസൈറ്റിക്ക് വേണ്ടി, എനിക്ക് ഇന്റിമസി ഉണ്ടായി എൻ്റെ സ്പൗസിനോട്. അങ്ങനെയെല്ലാം അവർ കാണുമ്പോൾ അവർക്ക് ഇന്റഗ്രിറ്റി ഉണ്ടാവും. ഒരു ഇന്റഗ്രിറ്റി മീനിങ് ഫുൾഫിൽമെന്റ്. വെറാസ് ഒന്നും ഇല്ലെങ്കിലോ, ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ട് 65 വയസ്സ് കഴിഞ്ഞ് ഞാനൊന്നും നേടിയില്ലല്ലോ, എനിക്കെല്ലാം നഷ്ടമായതാണല്ലോ എന്നുള്ള ഫീലിംഗ് വരുമ്പോഴാണ് നമുക്ക് ഡെസ്പെയർ ഉണ്ടാവുക. അപ്പൊ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ എപ്പോഴും ഇറ്റ് കംസ് കറസ്പോണ്ടിങ് വിത്ത് എ ക്രൈസിസ്. അതാണ് എറിക് എറിക്സന്റെ crisis, അതായത് intimacy versus isolation, generativity versus stagnation, and integrity versus despair. These crises in return from the fact that as an individual grows older, they confront new combinations of biological drives and societal demands. Young adults നോക്കുകയാണെങ്കിൽ 20 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളത്, അവരെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് എന്തായിരിക്കും? ലവ് ആയിരിക്കും. ആൻഡ് വാട്ട് ആർ ദി എൻവയറമെന്റൽ ഇൻഫ്ലുവൻസസ് ദാറ്റ് ദേ ആർ ഗെറ്റിംഗ്? ഇറ്റ് കുഡ് ബി ഒരു സ്പൗസ്, അല്ലെങ്കിൽ ഒരു ലവർ, അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സ്. ഈ കാലഘട്ടത്തിൽ വരുന്ന ക്രൈസിസിന്റെ പേരാണ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അപ്പൊ ഇതുകൊണ്ട് എന്താണ് ഫേവറബിൾ? വാട്ട് ഇസ് ദ ഫേവറബിൾ ഔട്ട്കം? അതായത് they have the ability to make commitments to others. മറ്റ് വ്യക്തികൾക്കോ അല്ലെ സൊസൈറ്റിയിലേക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനുള്ള ഡ്രൈവ് ഉണ്ടാവും. ബിക്കോസ് അവർ ഈ ഇന്റിമസി അവർ അറ്റൈൻ ചെയ്തത് കൊണ്ട്. അവർ ഇന്റിമസി അല്ല ഐസൊലേഷൻ ആണ് അറ്റൈൻ ചെയ്തെന്നെങ്കിൽ വാട്ട് ഹാപ്പൻസ്?
inability to form effective relationships, loneliness, depression, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാവും. And they may choose to isolate themselves from the society. പിന്നെ മിഡിൽ ഏജിൽ നോക്കുകയാണെങ്കിൽ അവർ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് എന്തായിരിക്കും? എഫെക്ഷൻ ആൻഡ് കെയർ. അവർക്ക് കെയർ ആണ്, വാത്സല്യാണ്. അവർക്ക് ഈ കമ്മിങ് ജനറേഷൻ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ടാണ് അവർക്ക് ജനറേറ്റിവിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ജനറേറ്റിവിറ്റി ഉണ്ടാവും. സോ എന്താണ് അവർ എൻവയൺമെന്റലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ? ഫാമിലി ആൻഡ് സൊസൈറ്റി. ഓക്കെ, ഈ പ്രായത്തിൽ വരുന്ന ക്രൈസിസിന്റെ പേരാണ് ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ. ഫേവറബിൾ ഔട്ട്കം എന്താ? സെൻസ് ഓഫ് ഫുൾഫിൽമെന്റ് അല്ലെ, വില്ലിംഗ്നെസ് ടു ഫേസ് ഡെത്ത്. അപ്പം ഒരു 65 years ആവുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് മിഡിൽ അഡൾട്ട്ഹുഡ്, അതായത് ഒരു 60s എത്തുമ്പം വെൻ വി ലുക്ക് ബാക്ക് നമുക്ക് ഓക്കെ നമ്മൾ ലൈഫ് സക്സസ്ഫുൾ ആണ്, നമ്മൾ പേർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്തു എന്ന് തോന്നുമ്പോൾ നമുക്ക് ഡെത്തിന് അധികം പേടി ഉണ്ടാവില്ല. വി വിൽ വെയിറ്റ് ഫോർ ഡെത്ത് ഓർ വി ഡോണ്ട് കെയർ. വെൻ എവർ ഇറ്റ് കംസ് വി ആർ റെഡി. നൗ അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ലൈഫ്, ഡിസ്പെയർ ഓവർ പ്രോസ്പെക്ട് ഓഫ് ഡെത്ത്. മരിക്കാൻ പേടി ഉണ്ടാവും. മരിക്കുമ്പോൾ അവർ ബാർഗെയിൻ ചെയ്യും, ഗോഡിനോട് ബാർഗെയിൻ ചെയ്യുന്നൊക്കെ കാണാം. സോ അവർക്ക് ഇനിയും ജീവിച്ചിട്ട് അവർ ഉദ്ദേശിച്ച കാര്യം നേടിയെടുത്തില്ല, അവർ ചെയ്തില്ല എന്നതുള്ളത് കൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. സോറി ഫോർ ദ ഡിലേ. ഇനി 65+ ആണെങ്കിൽ എന്താ സംഭവിക്കാം? അവരുടെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത് എന്തായിരിക്കും? വിസ്ഡം അല്ലെ, കുറെ എക്സ്പീരിയൻസ് കാരണം അവർക്ക് ഉണ്ടാകുന്ന വിസ്ഡം ആണ് അവരുടെ സൈക്കോളജിക്കൽ സ്ട്രെങ്ത്. എന്താണ് ഇൻഫ്ലുവൻസ്? എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ് എന്താണ്? എല്ലാ മനുഷ്യന്മാരുമാണ് അവർ എൻവയൺമെന്റൽ ഇൻഫ്ലുവൻസ്. ക്രൈസിസിൽ എന്താണ് സംഭവിക്കുക? എന്താണ് ഇവരെ ക്രൈസിസിന് പറയാ നമ്മള്? ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. ഫേവറബിൾ ഔട്ട്കം, concern for family and society in general. Unfavorable or concern for self-own or own well-being and prosperity. സ്വന്തം സെൽഫിഷ് ആയിരിക്കും. ഇനി നമുക്ക് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ചിലേക്ക് പോവാം. കോണ്ടെക്സ്റ്റുവൽ theories of development of many of the differences that exist in one's life and situation. A context, അല്ലെങ്കിൽ ഒരു situation of individual varies a great deal, and this in fact account for the individual to experience a crisis in their life differently. ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ആൾക്കാരുടെ കോണ്ടെക്സ്റ്റ്, ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ക്രൈസിസ് അനുഭവപ്പെടുന്നത്. Contextual theories of development hold that it is the context of environment under which a child grows. അതുകൊണ്ട് ദാറ്റ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് ദ നേച്ചർ, ഇറ്റ്സ് ദ നേർച്ചർ അല്ലേ? നേച്ചർ ആൻഡ് നേർച്ചർ എപ്പോഴും ഡിബേറ്റ് ഉള്ള ഒരു സംഭവമാണ്. നമ്മള് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആവുന്നത്, നമുക്ക് ഇങ്ങനെ ക്രൈസിസ് വരുന്നത്, നമ്മളെ പേഴ്സണാലിറ്റി ഇങ്ങനെ ആവുന്നത്. അതാണ് കോണ്ടെക്സ്റ്റുവൽ അപ്രോച്ച്. അപ്പം ഈ തിയറീസ് ബിലീവ് ദാറ്റ് ഇൻഫൻസ് ആൻഡ് ചിൽഡ്രൻ ഡെവലപ്പ് ആൻഡ് ഗ്രോ അക്കോർഡിംഗ് ടു ദെയർ എൻവയൺമെന്റൽ ആൻഡ് കോണ്ടെക്സ്റ്റുവൽ ഇൻഫ്ലുവൻസസ് ദാറ്റ് ദേ ആർ എക്സ്പോസ്ഡ് ടു. സോ ചിൽഡ്രൻ ഏതൊരു കോണ്ടെക്സ്റ്റിലാണ്, ഏതൊരു സാഹചര്യത്തിലാണ് എക്സ്പോസ്ഡ് ആവുന്നത്, അതേ രീതിയിലായിരിക്കും അവർ വളരാം. അതാണ് കോണ്ടെക്സ്റ്റുവൽ തിയറിസ്റ്റ് വിശ്വസിക്കുന്നത്. These contextual factors are what make them fully functioning adults or disordered adults. Biological influence are seen as secondary, if not completely ignored. അപ്പം ഇവർ പറയുന്നത് ഇറ്റ്സ് ഓൺലി നേർച്ചർ, ഇറ്റ്സ് നോട്ട് ദ നേച്ചർ. കോണ്ടെക്സ്റ്റുവൽ തിയറിസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ പുറമേയുള്ള സാഹചര്യങ്ങളാണ് കുട്ടികളെ നന്നായിട്ട് മോൾഡ് ചെയ്യുന്നത്. അവരെ ജനറ്റിക് ആയിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള നേച്ചർ അല്ല, അവരെ നേച്ചർ അല്ല, ഇറ്റ് ഇസ് ദ നേർച്ചർ. അതാണ് അവരെ കംപ്ലീറ്റ് ആയിട്ട് മോൾഡ് ചെയ്യുന്നത്. അതാണ് ഈ കോണ്ടെക്സ്റ്റുവൽ തിയറീസ് പറയുന്നത്. ഇനി കോണ്ടെക്സ്റ്റുവൽ തിയറീസില് യൂറി ബ്രോൺഫെമ്പറിന്റെ ഒരു തിയറി പറയുന്നുണ്ട്. ആ തിയറിന്റെ പേരാണ് എക്കോളജിക്കൽ തിയറി. According to Bronfenbrenner, theory development is
influenced by experiencing arising from broader social and cultural system as well as child's immediate surroundings. അപ്പം ഇവരെ ecological theory ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കൂ. ഈ ecological തിയറിയിൽ പറയുന്നത് ഇവരെ ഏറ്റവും അടുത്തുള്ള എക്കോളജി എൻവയൺമെന്റ് ആൻഡ് ബ്രോഡ്, അതായത് കുറെ ദൂരെയുള്ള എൻവയൺമെന്റ്, അതിങ്ങനെ സർക്കിൾ ആയിട്ട് ഒരു 5 ലേയേഴ്സിൽ കൊടുത്തിരിക്കുന്നു. അതാണ് കുട്ടികളെ ഒരു ഇൻഡിവിജ്വലിന്റെ ക്രൈസിസിനെയോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജിനെയോ എഫക്ട് ചെയ്യുന്നത്. Ecological theory of Braun-Feinberg presents the socio-cultural view of development, which focus on the changing relations between individual and environment in which they live. അപ്പൊ ഇത് 5 ലെയർ ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റില് കുട്ടികളുടെ വീട്, കുട്ടികളുടെ സ്കൂള്, അതാണ് ഫസ്റ്റത്തെ ലെയർ. സെക്കൻഡ് ലെയർ കുട്ടികളുടെ നെയ്ബേഴ്സ്, ഒരു മീസോ സിസ്റ്റം എന്ന് പറയുന്നത്. മീസോ സിസ്റ്റം എന്ന് പറയുന്നത് സെക്കൻഡ് ലെയർ, അത് അങ്ങോട്ടും ഇങ്ങോട്ടോ, ഇറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ കേട്ടോ. മൂന്നാമത്തെ ലെയർ ഇസ് എക്സോ സിസ്റ്റം, അതായത് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, ദാറ്റ് ഇസ് സ്കൂൾ ഫണ്ടിങ്, legal services, social welfare services, how the media influences, അതൊക്കെ. പിന്നെ വരുന്നത് മാക്രോ സിസ്റ്റം എന്ന് പറയുന്നത്. മാക്രോ സിസ്റ്റം, മാക്രോ ബിഗ്, അതെന്താന്ന് വെച്ചാൽ ഓരോ കൾച്ചറിൽ ഉണ്ടാകുന്ന സോഷ്യൽ ബിലീഫ്സ്, ഓരോ ആറ്റിറ്റ്യൂഡ്സ്, കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൊക്കെ. പിന്നെ അതിന്റെ ഹോൾ ആയിട്ട് ഫുൾ എൻകംപേഴ്സ് ചെയ്യുന്നത് ക്രോണോ സിസ്റ്റം ആണ്. അതായത് ആ ഹിസ്റ്ററി എന്താണ്, അവരുടെ ഹിസ്റ്ററി എന്താണ്, ഫ്രം വേർ ദേ ആർ, വാട്ട് ഈസ് ദെയർ പാസ്റ്റ്, അതൊക്കെ ആണ് ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഒരു ലെയർ. സോ ഇതാണ് Braun-Feinbergന്റെ ecological theory, and it is a contextual approach. Whereas stage theory നമുക്കറിയാലോ, Erickson's stage theory is a systematic approach, different stagesലെ approach. So ഇവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ കാരണമാണ്, ഈ പുറമേയുള്ള സംഭവങ്ങൾ കാരണമാണ് ഒരു ഇൻഡിവിജ്വലിന് ക്രൈസിസ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് psychosocial changes during adulthood, we will come to that. So first we will understand what is early adulthood. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ പറഞ്ഞതാണ്, early adulthood is a time when we focus on friendship, romance, childbearing, careers. നല്ല ആക്റ്റീവ് ആൻഡ് വൈബ്രന്റ് ആയിരുന്ന, നല്ല ഹെൽത്തി ആയിരിക്കുന്ന സമയമാണ്. ഓക്കെ, സോ Erickson's theory നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ദാറ്റ് ഇസ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. സം പീപ്പിൾ ഹാവ് ഇഷ്യൂസ് വിത്ത് ഇന്റിമസി, പക്ഷെ അവർക്ക് എപ്പോഴും ഒരു ചോയ്സ് ഉണ്ട്. അവർക്ക് ഇഷ്യൂസ് വിത്ത് ഇന്റിമസി ഉണ്ടെങ്കിലും they have choices to be alone and they take that choice. The adult life is a conflict of intimacy versus independence. ആ ഒരു അഡൾട്ട് ടൈമിൽ നമുക്ക് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ആയിരിക്കും. നമ്മൾ ഭയങ്കര അബ്രപ്റ്റ് ആൻഡ് അഗ്രസീവ് ആണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇന്റിമേറ്റ് ആവുകയും വേണം. സോ അതുകൊണ്ട് എപ്പോഴും ഈ രണ്ട് ഇമോഷൻസും ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും. It includes different needs for connection, fear of abandonment, ഒറ്റപ്പെട്ടു പോകുന്നുള്ള ഒരു പേടി, or being overwhelmed, കൂടുതലായി പോകുന്നുള്ള ഒരു പേടി. And it is a challenging work in progress. അതായത് എല്ലാ ടെസ്റ്റും ട്രയൽ കണ്ടിട്ടാണ് ഫൈനലി we will എന്താ പറയാ, ഒരു ശ്വാസം വിടുന്ന പോലെ, we will be at relief that okay, finally she is understanding and she is with me. That means I have succeeded in having an intimate partner. അപ്പം ഇന്റിമസി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇന്റിമസി വേണമെങ്കിൽ നമ്മൾ കുറച്ച് നമ്മളെ ഫ്രീഡമിനെ ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, അല്ലെ? അല്ലെങ്കിൽ നമ്മളടുത്ത് ആരും ഇന്റിമേറ്റ് ആവാൻ വരൂല. നമ്മളെ ഫ്രീഡം നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞാൽ, നമ്മളെ ഇൻഡിപെൻഡൻസ് ആണ് ഏറ്റവും വലുത്, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ആരും ഇന്റിമേറ്റ് ആവാൻ വരില്ല.
അപ്പം ഇന്റിമസിന്റെയും ഐസൊലേഷന്റെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇന്റിമസി റിക്വയർസ് ദാറ്റ് an independent person give up some of their independence. അതായത് ഈ ഒരു സമയത്ത് ഏർലി അഡൾട്ട്ഹുഡിൽ നമ്മൾ എന്താ പറയാ വി ബിക്കം ഇൻഡിപെൻഡന്റ് അല്ലെ, നമുക്കൊരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു സമയമാണ്. ആ സമയത്ത് വി ഹാവ് ടു ഗിവ് അവേ, കുറച്ച് നമ്മളെ ഇൻഡിപെൻഡൻസ് ഒന്ന് കോംപ്രമൈസ് ചെയ്യണം, ഒന്ന് ഗിവ് അവേ ചെയ്യണം, എന്നാലാണ് നമുക്ക് അവിടെ ഇന്റിമസി ഉണ്ടാവും. In isolation, there are fears of loss of identity or freedom. ഒരാളുടെ ഫ്രീഡം, അതിന്റെ ഫ്രീഡത്തിനെ തൊട്ട് കളിക്കാൻ പാടില്ല. അതിന്റെ ഫ്രീഡമിനെ ഞാൻ പിന്നെ കോംപ്രമൈസ് ചെയ്യില്ലെങ്കിൽ അയാൾ എപ്പോഴും ഒറ്റപ്പെട്ടിട്ടായിരിക്കും. ഇതാണ് എൻ്റെ ഐഡന്റിറ്റി, അതുകൊണ്ട് ഐ കനോട്ട് കോംപ്രമൈസ് ഓൺ മൈ ഐഡന്റിറ്റി, നീദർ ഓൺ മൈ ഫ്രീഡം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻഡിവിജ്വലിന് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹി ഈസ് ഗോയിങ് ടു ബി ഐസൊലേറ്റഡ്. Intimacy requires person to redefine their identity to include the interest of another person or others in their lives. അല്ലെ, നമ്മളെ ഐഡന്റിറ്റി നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഐഡന്റിറ്റിനെ നമ്മൾ കുറച്ചൊന്ന് റീഫാഷൻ ചെയ്യണം, റീഡിഫൈൻ ചെയ്യണം, സോ ദാറ്റ് വി കെൻ അക്കോമഡേറ്റ് മറ്റുള്ളവരെ ഇഷ്ടങ്ങളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് റീഡിഫൈൻ ചെയ്യും. നമ്മൾ അതിനോട് ഐഡന്റിറ്റിനോട് കംപ്ലീറ്റ്ലി സ്റ്റിക്ക് ഓൺ ചെയ്താല് ദെൻ നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയി പോകും. പീപ്പിൾ ഹു ഹാവ് അച്ചീവ്ഡ് ഇന്റിമസി അതായത് നമ്മളെ സോഷ്യൽ ലൈഫിൽ തന്നെ നമുക്ക് കാണാം ആരാ ഏറ്റവും കൂടുതൽ ഇന്റിമസി അച്ചീവ് ചെയ്ത ആൾക്കാർ, എന്താണ് അവരുടെ ക്യാരക്ടേഴ്സ്? അവർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരിക്കും, അവർ ടോളറന്റ് ആയിരിക്കും, ആൻഡ് അവര് ഡിഫറൻസസ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. വെറസ് ഐസൊലേറ്റഡ് പീപ്പിൾ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും റാദർ ദാൻ കോപ്പറേറ്റീവ്. ഇനി they can accept times of aloneness without fearing of loneliness. അപ്പം ഇന്റിമസി അച്ചീവ് ചെയ്ത ആൾക്കാർക്ക് ഒറ്റപ്പെടുന്നതിൽ പേടിയില്ല, ബിക്കോസ് അവർക്ക് അറിയാം one time or the other time അവർക്ക് അവരെ ഇന്റിമേറ്റ് പാർട്ട്നേഴ്സ് അവരുടെ കൂടെ വരും. പക്ഷേ ഐസൊലേറ്റഡ് ആയ ആൾക്കാർ ദേ ഗെറ്റ് ഈസിലി ത്രെറ്റൻഡ്. അവരെ ഏറ്റവും വലിയ ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ആൻഡ് അവർ മറ്റുള്ളവരെ ഡിഫറൻസസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ തീരെ തയ്യാറല്ല. ഇനി നെക്സ്റ്റ് തിങ് വി വിൽ കം ടു ലെവിസൺസ് സീസൺസ് ഓഫ് ലൈഫ് എന്നുള്ളൊരു തിയറി. ലെവിസൺ സീസൺസ് ഓഫ് ലൈഫ് എന്നുള്ള തിയറി അതിൽ പറയുന്നത് 2 പീരിയഡ് ഉണ്ട്, ഒന്ന് സ്റ്റേജ് പീരിയഡും ഒന്ന് ട്രാൻസിഷണൽ പീരിയഡും. അപ്പൊ ഈ സ്റ്റേജ് പീരിയഡിലാണ് ഒരാള് ചോയ്സസ്, ദേ മേക്ക് ദെയർ ചോയ്സസ്, ആൻഡ് ആ സ്റ്റേജ് പീരിയഡ് ലാസ്റ്റ് ഫോർ 5 to 7 years. ട്രാൻസിഷണൽ പീരിയഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ സ്റ്റേ കോൺസ്റ്റന്റ് 5 years. ഇപ്പം ഈ ഒരു പിക്ചർ നിങ്ങൾ നോക്കൂ കേട്ടോ, ഇതിൽ എന്താ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഏർലി അഡൾട്ട്ഹുഡില് നമ്മൾ ഒരു ഡ്രീം ഫോം ചെയ്യും അല്ലെ, നമുക്ക് എന്താ ആവണ്ടേന്ന് നമ്മുടെ മനസ്സിൽ വി വിൽ സീ, എന്താ പറയാ, ലൈക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ലേ, ചില ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ലൈക്ക് in 10 years where do you see yourself? So confident individual will say I see as becoming a CEO of a company. അങ്ങനെയൊക്കെ പറയുമല്ലോ. സോ നമുക്ക് നമ്മളെ ഓൺ ഡ്രീം ഉണ്ടാവും, ഒരു ഓക്യുപ്പേഷന്റെ ഡ്രീം ഉണ്ടാവും, ലവില് നമ്മൾ എവിടെ എത്തണം എന്നുള്ള ഡ്രീം ഉണ്ടാവും. സോ ആ ഡ്രീംസ് ഒക്കെ ഉള്ള ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ദാറ്റ് സ്റ്റേജ് ഇസ് നോൺ ആസ് എ സ്റ്റേജ് പീരിയഡ്. അതൊരു 5 to 7 years നമ്മൾ അത് കൊണ്ടെടുക്കും. ആൻഡ് നമ്മൾ അതിൽ എത്തിയാല് ആൻഡ് ദാറ്റ് വിൽ ലാസ്റ്റ് ഫോർ 5 years. ആ പീരിയഡിനെയാണ് പറയുന്നത് ട്രാൻസിഷണൽ പീരിയഡ്. സോ ലെവിൻസൺ sought to find a common path of change in adulthood. Levinson's model, there are 2 key concepts in a person's development. ഒരാളുടെ ഡെവലപ്മെന്റിൽ 2 സ്റ്റേജസ് ഉണ്ട്, ഒന്ന് സ്റ്റേജ് പീരിയഡും ഒന്ന് ട്രാൻസിഷണൽ പീരിയഡും. സ്റ്റേജ് പീരിയഡില്
the person make crucial choices, critical choices in life. Transitional period, that is the end of the person stage period and the beginning of new one. So the life structure is designed to harmonize inner demands and outer demands. എപ്പോഴും നമുക്ക് ഒരു കാര്യം like we need it, നമ്മളെ inner thoughts we need it, whereas outside thoughts, outside ആൾക്കാരുടെ thoughts and expectations are different. So അത് രണ്ടും തമ്മിൽ ഒരു ഹാർമണി ഉണ്ടാവണം. It should not go up and down. അങ്ങനെ പോകുമ്പോഴാണ് there will be conflict. So അതിനൊരു ഹാർമണി ഉണ്ടാവണം. സോ അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഈ ഒരു ലൈഫ് സ്ട്രക്ചറിൽ നമ്മൾ we try for that. Life structure involves relationship with significant others and occupations. It enhances the quality of life. Any dreams? Dreams in the dreams is supported by initial choices of occupation. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു 20 years ആവുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും what we want to become. പിന്നെ ഡ്രീംസ് സപ്പോർട്ട് ചെയ്യുന്നത് ലവ് ആൻഡ് റിലേഷൻഷിപ്സ്, ഫ്രണ്ട്സിന്റെ റിലേഷൻഷിപ്പ്, ടീച്ചേഴ്സ്, അവരൊക്കെ നമ്മളെ ഡ്രീംസിനെ സപ്പോർട്ട് ചെയ്യും. ഡ്രീംസ് ആർ ഇൻഡിവിജ്വൽ സെൻസ് ഓഫ് സെൽഫ്. സെൽഫിനെ പറ്റിയിട്ട് സ്വന്തമായിട്ടുള്ള ഒരു ധാരണ, ഒരു സെൻസ് ഉണ്ടാവും. സോ വാട്ട് ഡു യു വാണ്ട് ടു ബി, അതാണ് ഒരു ഡ്രീം. ഹൗ ഡു യു സീ യുവർ സെൽഫ്, ദാറ്റ് ഈസ് യുവർ ഡ്രീം. ഡ്രീംസ് ആർ കോർ ഇൻ ദ ലൈഫ് സ്ട്രക്ചർ. ഒരാളുടെ ഡെവലപ്മെന്റ്, ഒരാളുടെ ലൈഫ് സ്ട്രക്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും കോർ ആയിട്ട് നിൽക്കുന്നതാണ്, മിഡിലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്, ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ് ഡ്രീം. സോ ഡ്രീംസ് ആർ മോട്ടിവേറ്റിംഗ് വെൻ ദേ ആർ മോർ സ്പെസിഫിക്. അപ്പം കുറെ ഡ്രീംസ് ഉണ്ടാവാം ഒരാൾക്ക്, പക്ഷെ ഏറ്റവും കൂടുതൽ സ്പെസിഫിക് ആയ ഡ്രീം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. ദാറ്റ് ഇസ് അവർ ഡ്രൈവിംഗ് ഫാക്ടർ. സോ മാൻ ഇസ് സ്ട്രൈവിംഗ് മാൻ എന്നൊക്കെ നമ്മൾ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ പഠിക്കും. സോ അപ്പം മാൻ എപ്പോഴും ദേ ടെൻഡ് ടുവേർഡ്സ് ദെയർ ഡ്രീം. സോ നമ്മളെ ഡ്രീം എത്രത്തോളം സ്പെസിഫിക് ആവുന്നു, എത്രത്തോളം ക്ലാരിറ്റി വരുന്നു, അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാം, അങ്ങോട്ടേക്ക് ആ ഡയറക്ഷനിലേക്ക് പോകാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ഉണ്ടാവുക. അപ്പം മെൻസ് ഡ്രീം, മെയിലിന്റെ ഡ്രീം ആർ മോർ ഇൻഡിവിജ്വലിസ്റ്റിക്. ഓക്കെ, അവര് മെയിൻലി ടു ബിസിനസ് ആൻഡ് കരിയറിലേക്കായിരിക്കും. വുമന്റെ ഡ്രീം ഇസ് മോർ ടുവേർഡ്സ് കമ്മ്യൂണിറ്റി ആൻഡ് ഫാമിലി. ഏജ് 30 ഉണ്ടാകുന്ന ട്രാൻസിഷൻ. ഏജ് 30 ഉണ്ടാകുന്ന ട്രാൻസിഷൻ എന്ന് പറഞ്ഞാല് സെറ്റിലിംഗ് ഡൗൺ ഫോർ മെന്ന്. പിന്നെ ആൾക്കാരെല്ലാം ഒന്ന് അവരുടെ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യുന്ന പാത്തിലേക്ക് എത്തി, അവർ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്തതിന് ശേഷം they start to settle down. They try to establish a niche in society consistent with their values. പിന്നെ അവര് കുട്ടികള് they want to have children, they want to have family responsibilities. അതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കും. ഇനി ക്രൈസിസ് ആവും എപ്പം if they are unsuccessful in relationship and occupation. ഈ ഒരു ടൈമിൽ നമ്മൾ റീഇവാലുവേറ്റ് ചെയ്യും our life structure. Single person will be looking for a partner. Married women assert more individualistic goals. പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു ഫാക്ടർ ആണ് സോഷ്യൽ ക്ലോക്ക്. സോഷ്യൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ടൈം ടേബിൾ ടു എസ്റ്റാബ്ലിഷ്, ടു അക്കംപ്ലിഷ് ലൈഫ് ടാസ്ക്. അതായത് ഇത്ര വയസ്സില്, ഈ വയസ്സ് തൊട്ട് ഈ വയസ്സ് വരെ ഞാൻ കല്യാണം കഴിക്കണം, ഇത്ര വയസ്സ് തൊട്ട് ഇത്ര വയസ്സായി ഐ എം ഗോയിങ് ടു ഹാവ് ചിൽഡ്രൻ ആൻഡ് ഐ എം ഗോയിങ് ടു എസ്റ്റാബ്ലിഷ് മൈ കരിയർ പാരലലി. I'm going to buy a house when I'm 38 years old. I'm going to plan for my retirement when I am 60 years old or 55 years old. അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനെയാണ് സോഷ്യൽ ക്ലോക്ക് എന്ന് പറയാം. ഇത് ഏജ് ഗ്രേഡഡ് എക്സ്പെക്ടേഷൻസ് ആണ്. അത് നമുക്കൊരു നല്ലൊരു ഇറ്റ് ഗിവ്സ് us ലൈക്ക് എ മാപ്പ്, ഒരു മാപ്പ് പോലെ നമ്മളെ ഗൈഡ് ചെയ്യും നമ്മളെ ലൈഫിൽ. ലൈഫ് ഈസ് ടു ബി മോർ സ്ട്രെസ്ഫുൾ ഇഫ് ഇറ്റ് ഇസ് നോട്ട് സിൻക്രണൈസ്ഡ് വിത്ത് സോഷ്യൽ ക്ലോക്ക്. അപ്പം നമ്മൾ ഈ കല്യാണമൊന്നും കഴിച്ചില്ല, നമ്മളെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞു, കുട്ടികളൊന്നും ഇല്ല, സോഷ്യൽ ക്ലോക്കിന്റെ ഒരു സോഷ്യൽ ക്ലോക്ക് എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാവാം ഇത് സൊസൈറ്റി ഉണ്ടാക്കിയതാണ്.
ഇറ്റ്സ് നോട്ട് പേഴ്സണൽ, സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. അതായത് ഒരു പ്രായത്തിൽ നമ്മൾ കല്യാണം കഴിക്കണം, ഒരു പ്രായത്തിൽ കുട്ടികൾ ഉണ്ടാവുന്നതാണ് നല്ലത്, ഒരു പ്രായത്തിൽ നമ്മൾ ഇത് ചെയ്യണം അത് ചെയ്യണം. സോ ദാറ്റ്സ് കൾച്ചറൽ അല്ലെ, അത് സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. സോ അതിനോട് നമുക്ക് മാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്ട്രെസ്ഫുൾ ആവും. അപ്പം ഫെമിനിൻ സോഷ്യൽ ക്ലോക്കും ഉണ്ട്, മാസ്കുലിൻ സോഷ്യൽ ക്ലോക്കും ഉണ്ട്. Feminine social clock are considered to be responsible, self-controlled, tolerant, and caring, but do seem to feel their self-esteem decline and are said to feel more vulnerable as they age. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മെയിൻലി ഫീമെയിൽസിന് മദർ ചെയ്യണം, ദേ ആർ മദർ, അവർക്ക് ചൈൽഡ് ബെയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവർക്ക് ആ ഒരു ടൈം യുനോ കുറെ സമയം പോവാണ് കുട്ടികളെ നോക്കുന്നതിലും പ്രഗ്നൻസിയിലും ഒക്കെ ആയിട്ട്. സോ അപ്പം അവരുടെ ആ ടൈം ലാഗ് വരുന്നുണ്ട് അവർക്ക് കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ. അതുകൊണ്ട് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചെറുതായിട്ട് അതൊന്ന് ബാധിക്കാം. ചില ആൾക്കാർക്ക് മേജർ ഡിക്ലൈൻ ആണ്. പിന്നെ മാസ്കുലിൻ സോഷ്യൽ ക്ലോക്ക് എന്ന് പറഞ്ഞാല് ആണുങ്ങൾക്കാണെങ്കിൽ ഇറ്റ് ഇസ് മോർ ഡോമിനന്റ്, സോഷ്യബിൾ, ഇന്റലക്ച്വലി എഫക്റ്റീവ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആണ്. ഇനി ചില ആൾക്കാർ ഹു ഹാസ് നോട്ട് ഫോളോഡ് എനി സോഷ്യൽ ക്ലോക്ക് are said to be suffering from self doubt. അവരെപ്പോഴും അവരെ തന്നെ ഇങ്ങനെ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഒരു ഇൻകംപീറ്റൻസ് ഉണ്ടാവും ആൻഡ് അവർക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. Close relationships require finding a partner. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം? ക്ലോസ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരാളെ ഫൈൻഡ് ചെയ്യും, വിൽ ഫൈൻഡ് എ പാർട്ട്ണർ, അവരായിട്ട് ഒരു ഇമോഷണൽ ബോണ്ട് ബിൽഡ് ചെയ്യും. ആൻഡ് ലേണിംഗ് ഹൗ ടു എൻഗേജ് ഇൻ ട്രൂ ഇന്റിമസി വിത്ത് അനദർ പേഴ്സൺ. ആ ഇമോഷണൽ ബോണ്ട് ഫോം ചെയ്താൽ മാത്രം പോരാ, നമ്മൾ ഇൻഡിപെൻഡൻസിനെ കുറച്ച് കോംപ്രമൈസ് ചെയ്യണം. വി ഹാവ് ടു റീഡിഫൈൻ അവർ ഐഡന്റിറ്റി. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ആൻഡ് ദെൻ നമ്മൾ ട്രൂ ഇന്റിമസി കണ്ടുപിടിക്കണം. എന്നാലാണ് നമ്മൾ ആ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷന്റെ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടും. എന്നാലാണ് നമ്മൾ ഇന്റിമസി അച്ചീവ് ചെയ്യും. ഇറ്റ് ഇസ് just not just about finding someone and building relationship. You have to find true intimacy. True intimacy means like നമ്മൾ are we motivating with each other? നമ്മൾ രണ്ടുപേരും കൂടി better halves ആവാണോ? Are we helping each other grow? Okay, like നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് കല്യാണം കഴിച്ചതല്ലേ. സോ that is it. Romantic love എന്ന് പറഞ്ഞാല് it entails finding a partner to share one's lives and dreams. It enhances self-concept and well-being. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവര് നമ്മളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വളരുക, നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും, നമ്മളെ സെൽഫ് എസ്റ്റീമും സെൽഫ് കൺസെപ്റ്റിനെയും ഒക്കെ ഒന്നും കൂടി സ്റ്റേബിലൈസ് ചെയ്യാൻ പറ്റും, ഒന്നും കൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് അബൌട്ട് റൊമാൻറ്റിക് ലവ്. പിന്നെ സെലക്ടിങ് എ മേറ്റ്. Selecting a mate usually means finding someone of similar background, age, ethnicity, socio-economic status, and religion in places where people like to congregate. It requires some physical proximity to develop a meaningful relationship. Appo selecting a mate nu parayumbom it is not just pennu kaanal or cherkane kaanal aa oru process alla. നമ്മൾ സിമിലർ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും ഫൈനലി നമുക്കൊരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ആണ് ഉണ്ടാവേണ്ടത്. സോ അതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ ഇൻ ഓർഡർ ടു ഫോം എ മീനിങ് ഫുൾ റിലേഷൻഷിപ്പ്, ഇറ്റ് ഇസ് ഗുഡ്, ഇറ്റ് ഇസ് എ പ്ലസ് പോയിന്റ് ദാറ്റ് ഇഫ് ദേ ആർ ഫ്രം ദ സിമിലർ ബാക്ക്ഗ്രൗണ്ട്, ഏജ് അപ്പുറം ഇപ്പുറം ഒക്കെ, എത്തനിസിറ്റി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, സിമിലർ റിലീജിയൻസ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് പോവാം. വെറസ് ഫസ്റ്റ് നമുക്കൊരു മീനിങ് ഫുൾ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ ദീസ് തിങ്സ് കം ആസ് എ ബോണസ്. Okay. If you're running out of time, we can continue the next class. If you want me to continue now, please somebody reply. Half an hour കൂടി എടുക്കാം അല്ലേ? Okay.
പിന്നെയാണ് നമ്മൾ വരുന്നത് Sternberg's components of love. Passion, intimacy, and commitment. Sternberg's triangular theory of love ലുള്ള 3 vertices ലുള്ള characters ആണ് passion, intimacy, and commitment. All 3 components are important dimensions of a loving relationship. നമ്മളൊരു പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പം നമ്മളടുത്ത് നമ്മളെ ഹസ്ബൻഡ്സ് അല്ലെ നമ്മളെ സ്പൗസസിനെ നമ്മൾ നോക്കുമ്പം if we have all these things, if you are intimate, if you're passionate, if you're committed, then definitely you are in love with that person. അങ്ങനെ പറയാം. The 3 components exist in different patterns and in varying degrees. Okay? Different combinations produce different types of love, can also change over time. ഇത് ഓരോ ടൈമിലും മാറിക്കൊണ്ടിരിക്കാം. പക്ഷെ ഇതെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു കോമ്പിനേഷൻ എങ്കിലും എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമാണ്. എന്നാലാണ് നമ്മൾ ഇന്റിമസി അച്ചീവ് ചെയ്തെന്ന് പറയാൻ പറ്റും. The triangular theory of love, Sternberg suggests, have 3 components: intimacy, passion, and commitment. Intimacy has to do with emotions and tenderness, warmth, concern for others, desire for partner to reciprocate. Adana intimacy. Intimacy means not my way and highway. Adalla. The other person should reciprocate. Adhe polte feelings avarkum thirichingane undano. Ennalana intimacy. Somebody please mute yourself. ആരാണ് മ്യൂട്ട് ചെയ്യാത്തതെന്ന് അറിയില്ല. Please mute yourself. പിന്നെ വരുന്നത് അടുത്ത കോർണറിൽ വരുന്നത് പാഷന്റെ സൈഡിൽ വരുന്നത് ഇൻഫാക്ച്വേഷൻ ഉണ്ട്. പാഷൻ ഇസ് എ സെക്ഷൽ കോമ്പണന്റ് ആസ് വെൽ ആസ് റൊമാൻസ്, വിച്ച് ഇസ് ദ ഫിസിക്കൽ അറൗസൽ കോമ്പണന്റ്. അതായത് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ആ ഒരു യങ് ഏജിൽ വി വിൽ ഹാവ് ലോട്ട് ഓഫ് പാഷൻ. സോ അത് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യണം, അത് ഉണ്ടാവണം. അതുണ്ടായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. സോ ഇതെല്ലാം ഒരു ട്രയാങ്കിൾ പോലെ you should experience passion, you should experience intimacy, and then comes commitment. Passionate love is the stuff of the beginning of a relationship. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് passionate love ഉണ്ടാവണം. It declines as partner becomes more known and less idealized. അപ്പൊ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അത്രയും തന്നെ പാഷൻ ഉണ്ടാവില്ല. പക്ഷെ അപ്പം നമുക്ക് കമ്പാഷൻ ഉണ്ടാവണം. കമ്പാഷനറ്റ് ലവ് ഇസ് ഫോംഡ് വിത്ത് ഇന്റിമസി ആൻഡ് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റും ഇന്റിമസിയും കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ലവിനെയാണ് കമ്പാഷനറ്റ് ലവ് എന്ന് പറയുന്നത്. It develops a warmth, trusting affection, and caregiving. ഇനി നമുക്ക് അറ്റാച്ച്മെന്റ് പാറ്റേൺസിനെ നോക്കാം. അറ്റാച്ച്മെന്റ് പാറ്റേൺസ് ആൻഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സ്. Early attachment patterns predict the quality of life. That early attachment bond sets up an internal working model and expectations about love figures. It also relates to quality of parenting and attachment formed in those relationships. അപ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് ഉണ്ട്. ഓക്കെ, പേരന്റിങ്ങിൽ വരുമ്പോൾ അതിന്റെ സ്റ്റൈല്, അതായത് 3 സ്റ്റൈൽസ് ആണ്. ഒന്ന് സെക്യൂർ, ഒന്ന് അവോയ്ഡന്റ്, ഒന്ന് റെസിസ്റ്റന്റ്. പേരന്റിങ് സ്റ്റൈൽസ് when child is distressed. ഒരു ചൈൽഡിന് ഒരു ഭയങ്കര വിഷമം ഉള്ളപ്പം സെക്യൂർ അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആണെങ്കിൽ പേരന്റ് എന്താ ചെയ്യാ? പേരന്റ് വിൽ ബി സെൻസിറ്റീവ്, parent will be loving. Okay, avoidant ആണെങ്കിൽ പേരന്റ് തീരെ ശ്രദ്ധിക്കൂല, ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ കളിയാക്കും. എന്തെങ്കിലും ഒരു കരഞ്ഞുകൊണ്ട് വരുമോ, കുട്ടികൾ കരഞ്ഞുകൊണ്ട് വരുമോ ചെയ്യുന്ന ഓരോ പ്രതികരണമാണ്. റെസിസ്റ്റന്റ് ആണെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ ആയിരിക്കും, ചിലപ്പോൾ ദേഷ്യപ്പെടും, സെൽഫ് സെന്റേർഡ് ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും ഒക്കെ. ഇതിനൊക്കെ ചൈൽഡ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യാം? സെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ചൈൽഡ് റെസ്പോണ്ട് ചെയ്യാനും പേരന്റിന്റെ കൂടെ തന്നെ നിൽക്കാനാണ്, ടു സ്റ്റേ ക്ലോസ് ടു ദ പേരന്റ്. അവോയ്ഡന്റ് ആണെങ്കിലോ അവോയ്ഡ് ഇന്ററാക്ഷൻസ്, മാക്സിമം പേരന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് അവോയ്ഡ് ചെയ്യും. പിന്നെ റെസിസ്റ്റന്റ് ആണെങ്കിൽ
അവർ കരയും, അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. Cry and seek out parents even before separation. So childhood attachmentum, adult attachmentum. ഈ രണ്ട് അറ്റാച്ച്മെന്റും ഇൻ ദീസ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽസ് നമുക്ക് നോക്കാം. സെക്യൂർ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ചൈൽഡ്ഹുഡ് ഡിസ്ട്രെസ് വെൻ മദർ ലീവ്സ് ആൻഡ് ഗ്രീറ്റ്സ് മദർ വെൻ ഷീ റിട്ടേൺസ്. അപ്പൊ സെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള കുട്ടിയാണെങ്കിൽ എന്താ ചെയ്യാ, മദർ പോകുമ്പോൾ കുട്ടി കരയും, മദർ വരുമ്പോൾ കുട്ടി ഹാപ്പി ആവും. അഡൾട്ടിലാണെങ്കിൽ കംഫർട്ടബിൾ ഇൻ റിലേഷൻഷിപ്സ്, ഏബിൾ ടു സീക്ക് സപ്പോർട്ട് ഫ്രം പാർട്ട്ണർ. അപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ കംഫർട്ടബിൾ ആണ്, ഇങ്ങനെ ജാടയൊന്നും ഉണ്ടാവില്ല. നമുക്ക് എപ്പെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ അടുത്ത് പോവും. ലൈക്ക് നമ്മൾ ഹെൽപ്പ് ചോദിക്കാൻ മടിക്കൂല. സെക്യൂർ അറ്റാച്ച്മെന്റ് പീപ്പിൾ വ്യൂ ദംസെൽസ് ആസ് ലൈക്കബിൾ, ഓപ്പൺ ടു അതേഴ്സ്, കംഫർട്ടബിൾ വിത്ത് ഇന്റിമസി. പക്ഷെ ചെറിയൊരു ഫിയേഴ്സ് ഉണ്ട്, അതായത് ഫിയേഴ്സ് ഓഫ് അബാൻഡൻമെന്റ് ഒക്കെ ഉണ്ടാവാം. പക്ഷെ എന്നാലും മോസ്റ്റ്ലി അവര് നല്ല ലൈക്കബിൾ ആണ് ആൻഡ് അവർ കംഫർട്ടബിൾ ആണ്, ഇന്റിമസി ഉണ്ട്. അവർ ലവ് റിലേഷൻഷിപ്പ് ഇസ് ട്രസ്റ്റിംഗ് ആൻഡ് ഹാപ്പി ആൻഡ് ദേ സീ ദിയർ പാർട്ട്ണർ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, പാർട്ട്ണറിന്റെ അടുത്ത് അവർ പോകും കംഫർട്ടിന് വേണ്ടിയിട്ട്. സാറ്റിസ്ഫൈങ് സെക്ഷൽ ബിഹേവിയർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് വണ് നമുക്ക് നോക്കാം. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ, ചൈൽഡ്ഹുഡിലെ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ, ഡു നോട്ട് സീക്ക് വെൻ മദർ വെൻ ഷീ റിട്ടേൺസ്, ഫോക്കസസ് ഓൺ എൻവയൺമെന്റ്. അതായത് മദർ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വന്നാൽ ഒരു മൈൻഡും ഇല്ല, മറ്റുള്ള കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ. അങ്ങനത്തെ ആൾക്കാർ പിന്നെ ഇവിടെ പോകുമ്പോൾ, റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ, അഡൾട്ട് അറ്റാച്ച്മെന്റിലേക്ക് പോകുമ്പോൾ, വാട്ട് ഡു ദേ ഹാവ്? ദേ ഹാവ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് autonomy, tend to cut themselves off emotionally from partner. They don't seek help. അവർക്ക് ഇമോഷണലി ഒരു ഹെൽപ്പും വേണ്ട പാർട്ട്ണറിന്റെ അടുത്ത് നിന്ന്. അങ്ങനത്തെ ഒരു ബിഹേവിയർ ആയിരിക്കും അവർ പോർട്രേ ചെയ്യുക. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് പീപ്പിൾ ബിലീവ് ട്രൂ ലവ് ഇസ് ഹാർഡ് ടു ഫൈൻഡ്. അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല എന്നാണ് അവർ വിശ്വസിക്കുക. ആൻഡ് അത് ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് വോണ്ട് ലാസ്റ്റ്, കുറെ കാലമൊന്നും നിൽക്കൂല. ആൻഡ് അവരെപ്പോഴും വിചാരിക്കും അവരെ മറ്റുള്ളവർക്കൊന്നും അവരെ തീരെ ഇഷ്ടമല്ല. They have internal models heavy on independence, mistrusting of partners, anxious about other getting too close. മറ്റൊരാൾ കൂടുതൽ ക്ലോസ് ആവുന്നതിന് അവർക്ക് ഭയങ്കര ഒരു ഫിയർ ആണ്, ഒരു ആൻസൈറ്റി ആണ്. Relationships are characterized by jealousy, emotional distance നല്ലോണം ഉണ്ടാവും, little enjoyment or physical contact. അവർ ഭയങ്കര വർക്കഹോളിക്സ് ആയിരിക്കും, engage in affairs to prove that love cannot be counted on. And the last attachment pattern ആണ് ambivalent attachment pattern. അപ്പൊ ചൈൽഡ്ഹുഡിൽ, അതായത് ഒന്നും ബോദർ ചെയ്യാത്ത പേരൻസ്, അൺപ്രഡിക്റ്റബിൾ ആയ പേരൻസ്. അപ്പൊ ചൈൽഡ്ഹുഡ് കുട്ടികൾ എങ്ങനെയാ ബിഹേവ് ചെയ്യാം? വെരി അപ്സെറ്റ് ഡിപ്പാർച്ചർ, എക്സ്പ്ലോസ് വെരി ലിറ്റിൽ. അതായത് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും പേരൻസ് പിന്നെ പോകുമ്പോൾ, അതായത് പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കുട്ടി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും. പിന്നെ ഭയങ്കരമായിട്ട് മൂഡിയായിട്ട് സൈലന്റ് ആയിട്ടിരിക്കും, ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യൂല. അഡൾട്ടിൽ വരുമ്പോൾ ഇവരെ അറ്റാച്ച്മെന്റ് പാറ്റേൺസ് നോക്കുമ്പോൾ റിജക്ഷൻ, ഫിയർ ഓഫ് റിജക്ഷൻ ഫ്രം പാർട്ട്ണർ, സ്ട്രോങ് ഡിസയർ ടു മെയിൻറ്റെയിൻ ക്ലോസ്നെസ്. ഭയങ്കര ക്ലോസ് ആവാനുള്ള ശ്രമം. എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുമല്ലോ കൂടെ തന്നെ, ഒന്നിനും വെറുതെ വിടൂല, ഒരു സ്പേസ് കൊടുക്കൂല. അവർക്ക് എപ്പോഴും ഒരു പേടിയാവും ഉള്ളില്, അതായത് ഇവരെന്നെ റിജക്ട് ചെയ്യോ. Resistant attachment, people set up intense relationship characterized by fear of abandonment and smoothing of the partner. ഇതില് എക്സ്പീരിയൻസ് എക്സ്ട്രീം ഹൈസ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എക്സ്ട്രീം ലോസ് ഇൻ റിലേഷൻഷിപ്പ്. ഒന്നിക്കെങ്കിൽ ഭയങ്കര ഹൈ ആയിരിക്കും, നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര പോക്കായ റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ ഇതാണ് റൊമാൻറ്റിക് റിലേഷൻഷിപ്സിനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, സോ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഐ മീൻ
അധികം എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി നമുക്ക് ഫാമിലി സൈക്കിളിലേക്ക് പോവാം. ഇപ്പൊ നോക്കൂ, ഈ പിക്ചർ നോക്കൂ. ഫാമിലി സൈക്കിളിൽ ഒരു യങ് അഡൾട്ട്ഹുഡിന്റെ പിന്നെ ഹൗ ഹിസ് ലൈഫ് ഗോസ്. ഫസ്റ്റ് അയാള് വർക്ക് ഫൈൻഡ് ചെയ്യുന്നു, പിന്നെ അയാള് ലവിനെ ഫൈൻഡ് ചെയ്യുന്നു, പിന്നെ ഫാമിലി ഉണ്ടാവുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, പിന്നെ കുട്ടികൾ ടീനേജേഴ്സ് ആവുന്നു, പിന്നെ കുട്ടികള് ഫാമിലിനെ ലീവ് ചെയ്ത് പോകുന്നു, പിന്നെ അവര് ഓൾഡ് ഏജ്, അതായത് ലേറ്റർ അഡൾട്ട്ഹുഡിലേക്ക് കാലുകുത്തുന്നു. അങ്ങനെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ. അതാണ് ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഫാമിലി ലൈഫ് സൈക്കിളിൽ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു സമയമാണ് ലീവിങ് ഹോം. ചിലപ്പോൾ കുട്ടികൾ സ്കൂളിലോ അല്ലെങ്കിൽ മിലിറ്ററിക്കോ അല്ലെങ്കിൽ ജോബിനോ വേണ്ടി വീട് വിട്ടു പോകുമ്പോൾ ഫാമിലിയിലെ പേരൻസിനൊരു ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. കുട്ടികൾക്കാണെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് എക്സ്പീരിയൻസ് ചെയ്യാനായിരിക്കും അവർക്ക് ആഗ്രഹം. സോ they look forward for that. ചില കുട്ടികൾക്ക് ഇറ്റ് ഹാപ്പൻസ് ഏർലിയർ, ചില കുട്ടികൾ ഡിഫറെന്റ് ഏജസിലായിരിക്കും വീട് വിട്ടു പോവാം, ചിലവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയാലും തിരിച്ചു വരികയും ചെയ്യും. Joining of families in marriage, people are waiting longer to marry these days. അപ്പം കുറെ അവരൊന്ന് സ്റ്റേബിൾ ആവാൻ അവർ കാത്തിക്കും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിക്കുന്നത്? ഇങ്ങനെ കുറെ ആൾക്കാരോട് സർവേ എടുത്തപ്പം they found out that marital roles encompass meal time together and apart, leisure time decisions, sexual needs and financial decisions. Why do people get married? കുറെ ആൾക്കാർ more than 88% ആൾക്കാർ പറഞ്ഞത് ഇറ്റ് ഇസ് ലവ് ഇസ് ദി ഇമ്പോർട്ടന്റ് റീസൺ ഫോർ ഗെറ്റിംഗ് മാരിഡ്. സെക്കൻഡ് പറയുന്നത് നമ്മൾ ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കാനാണ് കല്യാണം കഴിക്കുന്നത്. 76% പീപ്പിൾ എന്താ പറയുന്നത്, വാട്ട് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻ മാരേജ് ഇസ് കമ്പാനിയൻഷിപ്പ്. about 50% പറയുന്നത് കുട്ടികൾ ഉണ്ടാവാനാണ് കല്യാണം കഴിക്കുന്നത്. അതാണ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹാവിംഗ് റിലേഷൻഷിപ്പ് റെക്കഗ്നൈസ്ഡ് ബൈ എ റിലീജിയസ് സെറമണി, പലവരും അതിനാണ് കല്യാണം കഴിക്കുന്നത്. സോ 30% ഓഫ് പീപ്പിൾ പറയുന്നത് ഒരു റിലേഷൻഷിപ്പ്, അതായത് അത് അവരെ റിലീജിയസ് കമ്മിറ്റി റെക്കഗ്നൈസ് ചെയ്യണം, അതിനാണ് അവര് കല്യാണം കഴിക്കുന്നത്. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ ചിലവര് ലീഗൽ റൈറ്റ്സിന് വേണ്ടിയിട്ട്, നമ്മൾ ഒരുപാട് ഫിലിംസ് ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, ലീഗൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് അവര് കല്യാണം കഴിക്കുന്നു. മാരിറ്റൽ റോൾസ്, അതിന്റെ ആ പാരഗ്രാഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, വിതൗട്ട് ഗുഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോസിയേഷൻ സ്കിൽസ് the openness of a marriage will be compromised. But traditional marriage involves a clear division of labor between husband and wife. മാന്റെ റെസ്പോൺസിബിലിറ്റി പിന്നെ പുറത്തു പോയിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ എന്താ പറയാ മണി കൊണ്ടുവരാനാണ്, ഇൻകം ജനറേറ്റ് ചെയ്യാനാണ്. whereas വിമന്റെ റെസ്പോൺസിബിലിറ്റി is to take care of the house and have children and look after them. അപ്പൊ ട്രഡീഷണൽ ആയിട്ട് ജെൻഡർ റോൾസ് പിന്നെ ഇങ്ങനെ എന്താ പറയാ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. Now there is another type of marriage that is called as egalitarian marriage. അതിൽ സ്പൗസസിന് രണ്ടുപേർക്കും ഈക്വൽ റൈറ്റ്സ് ആണ്, ഈക്വൽ അതോറിറ്റീസ് ആണ്. സോ അവരെല്ലാ ചോർസും ഈക്വലി ഷെയർഡ് ആണ്. Men relate being happier in marriage than women. Being married enhances men's health due to feelings of attachment, belonging and social support. അപ്പം ആണുങ്ങളായാലും അവർ നല്ല ഹാപ്പി ആയിരിക്കും കല്യാണം കഴിച്ചാൽ, ബിക്കോസ് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അവർക്കൊരു ഫീലിംഗ് ഓഫ് ബിലോങ്ങിങ് ഉണ്ട്. പക്ഷെ വുമൻ ആണെങ്കിലോ, വുമൻ ചിലപ്പം കൂടുതൽ സഫർ ചെയ്യും, ബിക്കോസ് ദേ ഹാവ് പ്രോബ്ലംസ് ലൈക്ക് മൾട്ടിപ്പിൾ റോൾസ് ആണ് അവർ എടുക്കേണ്ടത്. അപ്പൊ അവർക്ക് കൂടുതൽ ഓവർവെൽമിങ് മീൻസ് ഓവർ ക്രൗഡിങ് ഇമോഷൻസ് കാരണം സംടൈംസ് വുമൻ സഫർ എ ലിറ്റിൽ ബിറ്റ് മോർ ആസ് കമ്പയർഡ് ടു മെൻ ഇൻ മാരേജ്. അപ്പം ഒരു റിലേഷൻഷിപ്പില് പ്രശ്നം വന്നാല് വുമൻ ആർ പിന്നെ ഈഗർ ടു സോർട്ട് ഇറ്റ് ഔട്ട് ബൈ ടോക്കിംഗ്. ഡിസ്കഷനിൽ കൂടെ അവർക്ക് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഫസ്റ്റ് ഹാൻഡ് എടുക്കും. whereas men will withdraw from the conflict. അത് വുമനെ നന്നായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യും. അവര് മെൻ എപ്പോഴും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക ചെയ്യുക.
അത് കാരണം വുമന് കുറെ ഫ്രസ്ട്രേഷൻ ആണ്. വുമൻ ആണെങ്കിൽ അത് പറഞ്ഞ് അത് സോർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. Parenthood has become an active choice for couples as birth control is available and effective today. There is less stigmatization of couples who remain childless. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളില്ലാത്ത കപ്പിൾസിനെ അധികമൊന്നും സ്റ്റിഗ്മറ്റൈസ് ചെയ്യുന്നില്ല സൊസൈറ്റി. അതുകൊണ്ട് ആൻഡ് മോർ ഓവർ ഈ ബർത്ത് കൺട്രോൾ പിൽസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് അവരെ പിന്നെ ഗോൾസ് ആൻഡ് സോഷ്യൽ സ്റ്റേറ്റസ് ഒക്കെ പ്ലാൻ ചെയ്യാനും ഓഫ് സ്പ്രിങ്സിനെ ജനറേറ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള എല്ലാം ഫാമിലി പ്ലാനിങ് ഇസ് ഹാപ്പനിങ്. Women with more traditional identities usually choose to have children. പക്ഷേ with high status demanding jobs, women എന്താ ചെയ്യാന്ന് വെച്ചാൽ കുട്ടികൾ ഇല്ലാതിരിക്കാൻ നോക്കും. ഇനി what are the advantages and disadvantages of having children? കുട്ടികൾ ഉണ്ടായാൽ എന്താണ് അഡ്വാൻറ്റേജസ്? നമ്മൾ തന്നെ വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക when we have kids. അവരെ എന്താ പറയുക അൺകണ്ടീഷണൽ ലവ് ഉണ്ടല്ലോ, അത് കാരണം നമ്മളുടെ ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, അതേ എന്താ പറയാ കേപ്പബിൾ ഓഫ് ലവിങ് സോ മച്ച്. അപ്പം ആ ഒരു വാംത്ത് ആൻഡ് എഫെക്ഷൻ നമുക്ക് കിട്ടും കുട്ടികൾ ഉണ്ടായാലും. പിന്നെ ഒരു ഫൺ ഫാക്ടർ ഉണ്ടാവും, എപ്പോഴും അവരെ കളിയും ചിരിയും അവര് ഓരോ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ വി ഫീൽ സോ ഹാപ്പി. പിന്നെ എപ്പോഴും അതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. we learn so many things from our children. We learn how to be patient, how to be compassionate, how to be unconditional കുട്ടികളടുത്ത്. പിന്നെ നമ്മൾ ആ ക്വാളിറ്റീസ് പാസ് ഓൺ ചെയ്യാൻ നമ്മളുടെ ആൻഡ് ദെൻ വി ഹാവ് എ ഫീലിംഗ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ഒരു ഫുൾഫിൽമെന്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ഒരു വുമന്, ഐ ഡോണ്ട് നോ മോസ്റ്റ് ഓഫ് ദ വുമൻ, മോർ ദാൻ 80% ഓഫ് ദ വുമന് ഒരു ഭയങ്കര ഒരു ഫുൾഫിൽമെന്റ് ആണ് when they become a mother. ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ ഫ്രീഡം ഉണ്ടാവില്ല. നമ്മൾ കപ്പിളായിരുന്നപ്പോഴുള്ള ഫ്രീഡം വിൽ ലൂസ് ദർ ഫ്രീഡം. പിന്നെ നമുക്കതൊരു ബേർഡൻ ആയിരിക്കും ഫൈനാൻഷ്യലി, വി ഹാവ് ടു വർക്ക് മോർ. പിന്നെ ഒരു കാര്യം ചെയ്യാന് വി വിൽ ബി ടൈഡ് ഡൗൺ ബിക്കോസ് ഓഫ് കിഡ്സ്. ഇപ്പൊ നമുക്കൊരു ഫിലിമിന് പോകണമെങ്കിൽ, ഒരു സെക്കൻഡ് ഷോന് പോകണമെങ്കിൽ കുട്ടീനെ എടുത്ത് പോകാൻ പറ്റാത്തൊരു അവസ്ഥയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ആഗ്രഹം ഒന്ന് കോംപ്രമൈസ് ചെയ്യും, ബിക്കോസ് വി ആർ ടൈഡ് ബാക്ക്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ചിലർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ബിറ്റ്വീൻ വർക്ക് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഫാമിലി റെസ്പോൺസിബിലിറ്റി. ഇതാണ് പേരന്റ്ഹുഡിൽ നടക്കുന്ന കാര്യങ്ങൾ. സോ നൗ ചെറിയൊരു ടോപ്പിക് ആണ് എസ്റ്റാബ്ലിഷിംഗ് കരിയർ ആൻഡ് കമ്പൈനിങ് വർക്ക് ആൻഡ് ഫാമിലി. Adults with satisfying work develop sense their accomplishments, make friends, and feel more financially independent and secure. Men enter their careers earlier as soon as they finish school, and they stay in the marketplace continuously. അപ്പം ആണുങ്ങളാണെങ്കിൽ അവർ സ്കൂൾ കഴിഞ്ഞ് അവർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഉടനെ തന്നെ they jump into their career and they start to establish their career. Okay, promotion often seems to depend on job commitment and competitiveness in their work. എത്രത്തോളം കോമ്പറ്റീറ്റീവ് ആവുന്നോ അതിനനുസരിച്ചിട്ട് പ്രൊമോഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. Very successful men emphasize their job over family responsibilities and leisure activities. അപ്പം കൂടുതൽ സക്സസ്ഫുൾ ആയ ആൾക്കാർ എന്ത് ചെയ്യും, ലീജർ ആക്ടിവിറ്റീസും ഫാമിലിനെയും സൈഡ് ലൈൻ ചെയ്യും. അവർക്ക് ഇതിന്റെ ബാക്കിൽ തന്നെ അവർ ഓടും. They become workaholics. Those people with fear of failure will tend to set lower goal for themselves. അപ്പം ചില ആൾക്കാർക്ക് എപ്പോഴും പേടി ഉണ്ടാവും, ഫെയിലിയറിന് പേടിക്കും. അതുകൊണ്ട് അവരെപ്പോഴും അവരെ ഫുൾ കപ്പാസിറ്റി ഉപയോഗിക്കില്ല. അവരെ കപ്പാസിറ്റിയിൽ കുറച്ച് കുറഞ്ഞ ടാർഗറ്റ് ആണ് അവര് സെറ്റ് ചെയ്യും. പിന്നെ രണ്ടും മാനേജ് ചെയ്യാനോ നമ്മളെ പിന്നെ ഫാമിലി ആസ് വെൽ ആസ് ജോബ്. ഇപ്പൊ മദേഴ്സ്, ചില വർക്കിംഗ് മദേഴ്സിനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. So that is called role overload. This links to stress, poor marital relationships, poor parenting, and child behavior problems. Career decisions are more flexible for professional people, but moves are difficult since both career must be considered.
women are particularly afflicted with this overload. അതായത് പെണ്ണുങ്ങളാണെങ്കിൽ they have so many things in their mind. Child care, ലോൺ അടക്കാന്, പിന്നെ വർക്കിലെ ഹറാസ്മെന്റ്, റിട്ടയർമെന്റ്, ജോബ്, പിന്നെ ഏജ്ഡ് പേരൻസ്, അതിനെല്ലാം കൂടിയിട്ട് അവർ ചിന്തിക്കുമ്പോൾ women are usually affected with this overload. So that's it for today. I hope you all enjoyed my class. Thank you. Thank you.